എല്ലാ സിലബസും പഠിച്ച് സമയത്തിന് ചെയ്തു തീർത്തില്ലെങ്കിൽ ജോലി കിട്ടുമോ? ഇല്ല. ബാങ്ക് എക്സാം പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, സർ ഞങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാമിന് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ആദ്യം പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, ആവറേജ് പഠിച്ചു, അതിങ്ങനെ പഠിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പഠിച്ചെത്തുമ്പോൾ ആവറേജിൻ്റെ ഷോർട്ട് ട്രിക്ക് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. കൺസെപ്റ്റ് എവിടെ ഓർമ്മയുണ്ട്, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത് നിങ്ങൾ ഓവർകം ചെയ്യാം? ഓക്കെ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മറന്നു പോകുന്നത് അല്ലേ? 3 കാര്യങ്ങൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മറന്നു പോകുന്നത്. ഒന്ന് എന്താണ്? ലാക്ക് ഓഫ് റിപ്പീറ്റേഷൻ. ഇന്ന് പഠിച്ചു വെച്ച കാര്യം നമ്മൾ തറവായിട്ട് പഠിച്ചു, നിങ്ങൾ വളരെ സെറ്റായിട്ടിരിക്കുന്നു എന്നുള്ള ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അത് നിങ്ങൾ എപ്പോഴാണ് എടുക്കുക? എക്സാമിന് മുന്നുള്ള ദിവസങ്ങളിൽ റിവിഷൻ ആയിട്ട് എടുക്കും. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പീഡ് ആൻഡ് ആക്യുറസി എന്നുള്ള കാര്യമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വട്ടം പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് അതിൽ കൂടെ പോകണം. റിവിഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു കാരണമാണ്. പിന്നെ എന്താണ്? പാസീവ് ലേണിംഗ്. ഇപ്പം നിങ്ങൾ ക്ലാസ്സൊക്കെ കേൾക്കും, ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞ് ഇത്രയല്ലേ ഉള്ളൂ, ഇത് വളരെ ഈസിയാണ്, സിമ്പിളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും? ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടും. സോൾവ് ചെയ്യാനൊന്നും നിൽക്കില്ല. ഇവിടെ നിന്നാണ് നമുക്ക് സമയമല്ലേ, കുറേ പഠിക്കാനില്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ചെയ്ത് പഠിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കാര്യങ്ങൾ മറന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും, പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മറന്നു പോവും. നോ ആക്റ്റീവ് റീകോൾ ഓർ പ്രാക്ടീസ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. വേണമെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രാക്ടീസ് ചെയ്യുന്നില്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ത് തന്നെയാണ്? വീണ്ടും വീണ്ടും ചെയ്ത് റിവിഷൻ ചെയ്യുന്നില്ല. ആത്മാർത്ഥതയോട് കൂടി പഠിക്കാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മറന്നു പോകുന്നത്. ക്ലിയർ? ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വൺസ് നിങ്ങൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് കേട്ടു, ആ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ്സിൽ നിങ്ങളെ എടുക്കുന്ന സാറ് അല്ലെങ്കിൽ ടീച്ചർ ഒരുപാട് മെത്തേഡിലൂടെ അത് സോൾവ് ചെയ്യുന്ന രീതി പറയും. കൺവെൻഷണൽ മെത്തേഡുകൾ ഉണ്ടാവും, ഷോർട്ട് ട്രിക്സുകൾ ഉണ്ടാവും, മൈൻഡ് കാൽക്കുലേഷൻ ഉണ്ടാവും, വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് നമ്മൾ എന്തിലേക്കാണ് എത്തേണ്ടത്? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിലേക്ക് നിങ്ങൾ എത്താനാണ് പല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും, ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. അന്ന് തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ 30 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് വീണ്ടും ഒന്ന് കേൾക്കാം. റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക, ലൈവ് ക്ലാസ്സുകളായാലും നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ക്ലാസ്സുകളെല്ലാം മെൻറ്റേഴ്സ് അയച്ചു തരും നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? വൺസ് നിങ്ങൾ ആ ക്ലാസ് കേട്ടാലും വീണ്ടും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. എവിടെയാണ് ഡൗട്ട് ഉള്ളത് ആ ക്വസ്റ്റ്യൻ മാത്രം ചൂസ് ചെയ്ത് കേട്ടാൽ മതി. ഫുൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണോ? വേണ്ട. ഇനി അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിന് അയച്ചു കൊടുക്കാം, അവരത് പറഞ്ഞു തരും, ഇന്ന സ്ഥലത്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വൺസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലെ ഡൗട്ടുകൾ അവിടെ സോൾവ് ചെയ്ത് പോയി. മെജോറിറ്റി ആൾക്കാരും പിന്നെ അത് മറക്കില്ല. അതിനുശേഷം നിങ്ങൾ അതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം അതിന് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും കേൾക്കണം. സിലബസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ നമുക്ക് തിരിച്ചാൽ ഈ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീവിസിറ്റ് ഈച്ച് ടോപ്പിക് ആഫ്റ്റർ 1 day, 3 days, 7 days. അത്രയൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ചെയ്ത് പഠിച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ സെയിം ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. അതേ മോഡൽ വരുന്ന, വാല്യൂസ് ചേഞ്ച് വരുന്ന ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നിങ്ങൾ പോവാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡിലായിരിക്കും, ഷോർട്ട് ട്രിക്കിലായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ വട്ടം നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ കോൺഫിഡൻസ് കൂടും.
ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് തന്നെ ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പം ആൻസർ കിട്ടുമല്ലോ, നിങ്ങൾ തന്നെ അതിൽ മാസ്റ്റർ ആയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഷോർട്ട് ട്രിക്കുകളിലേക്ക് തന്നെ എത്തിച്ചേരും. അതിന് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം ടോപ്പിക് വൈസ് റിവിഷൻ പ്ലാനർ. എന്താണ് ഈ ടോപ്പിക് വൈസ്? ഇപ്പം നിങ്ങളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. കൂടുതൽ ആൾക്കാരും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല, കാരണം അവിടെ കാൽക്കുലേഷൻ കൂടുതലാണ്. പക്ഷെ അത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുക, ടൈം വെക്കുക, ഒരു 5 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ആ 10 ക്വസ്റ്റ്യൻ ചെയ്യുക. ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, 2 ചെയ്യാൻ പറ്റുള്ളൂ, മതി. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അത് പഠിച്ചതിന് ശേഷം വീണ്ടും ചെയ്തു നോക്കാം. അങ്ങനെ നിങ്ങൾ എവിടെയാണോ വീണ് പോകുന്നത്, ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വീണ്ടും ചെയ്ത് പഠിക്കണം. അതിനുശേഷം എന്താണ്, മിനി ക്വിസസ്. നമ്മളെല്ലാം ഈ ക്വിസ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ, ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാംസ് ടൈം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, എക്സാംസ് എല്ലാം നടക്കുന്നത്. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. അപ്പോൾ മിനി ക്വിസുകൾ ചെയ്യാം. ഈ ക്വിസുകൾ ചെയ്യുമ്പോൾ മിക്സ് ആയിട്ടുള്ള ക്വിസുകൾ എടുക്കുക. ഓൾറെഡി നമ്മൾ ടോപ്പിക് വൈസ് റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ എടുത്താൽ അവിയൽ പരുവത്തിൽ, അവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വെജിറ്റബിൾസും ഇട്ടുണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, സിംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ, അപ്രോക്സിമേഷൻ ആയിക്കോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ മെൻസ്ട്രുവേഷൻ ആയിക്കോട്ടെ, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുക. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ പോവുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലേക്കും നിങ്ങൾ എന്ത് ചെയ്യും, എത്തിച്ചേരും. ക്ലിയർ ആണല്ലോ? അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മിക്സ് ഓൾഡ് വിത്ത് ന്യൂ. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം. ഓൾഡ് ക്വസ്റ്റ്യൻസും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഓരോ ടൈപ്പ് എക്സാം വരുമ്പോഴും IBPS ആയാലും SBI ആയാലും ഇൻഷുറൻസ് കമ്പനീസ് ആയാലും നടത്തുന്ന എക്സാമുകളിലൊക്കെ ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ അതിൻ്റെ എല്ലാം ബേസിക് കൺസെപ്റ്റ് സെയിമാണ്. അപ്പം നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രം ഇരിക്കാൻ പാടില്ല, അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്ത് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക ക്വസ്റ്റ്യൻസ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സക്സസ്ഫുള്ളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ, അവർ കിടന്നുറങ്ങുന്നിടത്ത്, വാഷ്റൂമിൽ, എല്ലായിടത്തും പോയിന്റ് നോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ യെല്ലോ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. കണ്ണാടിയിൽ അവർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഇതുണ്ടാവും. അവരതപ്പം നോട്ട് ചെയ്ത്, ഓർമ്മ വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കും. അതേപോലെ നിങ്ങളും ചെയ്യണം. എന്താണ്, കീപ്പ് എ വിഷ്വൽ ചാർട്ട്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് ട്രിക്സ്. മക്കളെ, മനുഷ്യന്മാരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും മറക്കും. പഠിച്ചുകൊണ്ടിരിക്കും, ഒരു സൈഡിൽ കൂടെ മറന്നു പോകും. നമ്മൾ എന്തോരം പഠിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, റീസണിങ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, GA പഠിക്കുന്നുണ്ട്, വേറെ പല കാര്യങ്ങളും നമ്മളുടെ മൈൻഡിലൂടെ പോകുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യം മറക്കും, മനുഷ്യനായാൽ മറക്കും അല്ലേ. അപ്പോൾ നമ്മൾ മറന്നു പോകുമ്പോൾ അത് ഓർക്കാനായിട്ട് ഡെയിലി കാണുക, എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ ഫോർമുലാസും. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതി വെക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ എത്ര ഫോർമുലാസ് വരുന്നുണ്ട്, ചെറിയത്, മെൻസ്ട്രുവേഷൻ ഫോർമുലാസ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. ഫോർമുലാസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യുന്ന മെത്തേഡുകൾ ഉണ്ടെങ്കിൽ കൂടി ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റീകോൾ ചെയ്യാം, എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മറക്കില്ല. ഓർത്തെടുക്കും തോറും മറന്നു പോകാനുള്ള സാധ്യത കുറയും. ക്ലിയർ ആണല്ലോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈനൽ വരുന്നതാണ് മോക്ക് ടെസ്റ്റ്. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾ ചെയ്യണം. അത് ചെയ്തിട്ട് അത് അനാലിസിസും ചെയ്യണം. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഗുണം എന്താ? ഇപ്പോൾ നമ്മളൊരു പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് IBPSൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് കരുതാം. നിങ്ങളൊരു 10 മോക്ക് ചെയ്താൽ 350 ക്വസ്റ്റ്യൻസായി. ഈ 350 ക്വസ്റ്റ്യൻസായി. അതേപോലെ ഒരു 30 മോക്ക് ചെയ്താൽ അത്ര ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പോവല്ലേ. 10 മോക്ക് ചെയ്താൽ 350 ക്വസ്റ്റ്യൻ. ഈ 350 ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റേഷൻ കുറവായിരിക്കും. എന്നിരുന്നാൽ കൂടി വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള പല മോഡലിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച മെത്തേഡിലേക്ക് നിങ്ങൾ ആലോചിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ അവിടെ കണക്റ്റായി, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ കണക്റ്റായി, അലിഗേഷൻ വന്നാൽ അവിടെ കണക്റ്റായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് കണക്റ്റായി. ഇതിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നത് അല്ലേ. അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചുകൊണ്ട് മറന്നു പോയി എന്നുള്ള പരാതി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി കുറച്ച് കാര്യം കൂടിയും ഫൈനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ എ ഫോർമുല പ്ലസ് മിസ്റ്റേക്ക് നോട്ട്ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫോർമുല നോട്ട് ബുക്ക് അല്ലാതെ നിങ്ങൾ ഒരു ചെറിയൊരു ഡയറി കയ്യിൽ കൊണ്ടു നടക്കുക, അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നത്, കാൽക്കുലേഷനിലാണോ ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നത്? ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെച്ചേക്കാണ്, 10ലും ഒരൊറ്റ കാര്യം, കാൽക്കുലേഷൻ തെറ്റുന്നുണ്ട്, കട്ട് ചെയ്യുമ്പോൾ തെറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ വീക്കാണെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് സമയം നിങ്ങൾ കൂടുതൽ കൊടുത്ത് ആ ഒരു പ്രോബ്ലം സ്വയം സോൾവ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യം മെയിൻറ്റെയിൻ എ ഫോർമുല പ്ലസ് മിസ്റ്റേക്ക് ബുക്ക്. എന്തായാലും പഠിച്ച കാര്യം മറക്കുന്നു, അപ്പോൾ ഈ തെറ്റിയ കാര്യങ്ങൾ നിങ്ങൾ മറക്കും. അപ്പോൾ ഇതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമ്മളുടെ മിസ്റ്റേക്കുകൾ നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ടത് സഹായിക്കും. പിന്നെന്താണ്, പ്രാക്ടീസ് വിത്ത് എ സ്റ്റോപ്പ് വാച്ച്. വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാം. ടൈമർ വെച്ച് പഠിക്കുക. അത് ഇപ്പം എല്ലാവരുടെയും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്മാർട്ട് വാച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് സംഘടിപ്പിക്കാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈമർ വെച്ച് ചെയ്ത് പഠിക്കാം. അത് നമുക്ക് സ്പീഡും ആക്യുറസിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഫോക്കസ് ഓൺ ബോത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി. ഓൾറെഡി ഞാൻ പറഞ്ഞു സ്പീഡ് ആൻഡ് ആക്യുറസി. ഇതെല്ലാം എന്തിനാണ്? സ്പീഡ് ആൻഡ് ആക്യുറസി ഏറ്റവും ഇമ്പോർട്ടൻ്റാ. സിലബസ് മൊത്തം പഠിച്ച് പോയിട്ട് 2 മണിക്കൂർ കൊണ്ട് 30 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 35 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് 35 ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചെയ്യാനായിട്ട് 20 മിനിറ്റ് ആണുള്ളത്. അതിനുള്ളിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്താണ്, സ്റ്റേ കൺസിസ്റ്റൻ്റ് ആൻഡ് മോട്ടിവേറ്റഡ്. സ്വയം മോട്ടിവേറ്റ് ആവുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, അത് വൃത്തിക്ക് ചെയ്ത് പോവുക. മറ്റുള്ള പല കാര്യങ്ങളും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും, അതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മളുടെ ജോലി നല്ല വൃത്തിക്ക് ചെയ്ത് പോവുക. അപ്പോൾ റിവിഷൻ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്ര കാര്യങ്ങൾ ഒറ്റ അടിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പയ്യെ പയ്യെ ചെയ്യാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന ഒരാളോട് ഞാൻ പറയുകയാണ്, ഇതെല്ലാം ചെയ്യാം. അങ്ങനെ വേണ്ട, ചെയ്തുകൊണ്ടേ പോവാം, പ്രാക്ടീസ് ചെയ്യുക. ഒരു സൈഡിൽ കൂടെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, ഇന്ന് തന്നെ എല്ലാം സെറ്റ് ആവാൻ പറ്റുമോ? ഇല്ല, ടൈം എടുക്കും. പതുക്കെ നിങ്ങൾ അതിലേക്ക്, ആ ട്രാക്കിലേക്ക് കയറുന്ന ഒരു സമയമുണ്ട്. വൺസ് നിങ്ങൾ ആ ട്രാക്കിലേക്ക് കയറിയാൽ പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ പൊക്കോളും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാണ്. നമ്മൾ ഈ 2025 ഒരുപാട് വേക്കൻസികൾ വിളിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ വിളിക്കുന്നുണ്ട്? ഇപ്പോൾ ബാങ്ക് ഓൾറെഡി ഇപ്പോൾ കുറേ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എക്സാമുകളൊക്കെ നീണ്ടു പോവുമോ എന്നൊക്കെ. അതൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നാഷണൽ ഇൻഷുറൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നല്ല വേക്കൻസിയോട് കൂടി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആവുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി ബാക്ക് ടു ബാക്ക് എക്സാംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാം. അതുകൂടാതെ ഈ കൊല്ലം SSC CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, റെയിൽവേയുടെ എക്സാംസ് നടക്കുന്നുണ്ട്, ബാങ്ക് എക്സാംസ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ 3 എക്സാംസിൻ്റെയും പാറ്റേൺ ക്വസ്റ്റ്യൻസ് വൈസ് ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഫൗണ്ടേഷൻ ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ഒറ്റ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സുകളെല്ലാം എന്ത് ചെയ്യാം, പഠിക്കാം. എല്ലാ എക്സാംസും ഏകദേശം 25ലേറെ എക്സാമുകളിലേക്ക് ഒറ്റ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ച്. SSC RRB ബാങ്ക് എക്സാംസിന് വേണ്ടിയുള്ള ഒറ്റ ബാച്ചാണ്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് മാത്രമാണുള്ളെങ്കിൽ ബാങ്കിൻ്റെ എലൈറ്റ് ബാച്ചുകളും ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേടാം 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ എക്സ്ട്രാ 2 years വാലിഡിറ്റി. ബാങ്ക് എക്സാംസിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, എലൈറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തെ എക്സ്ട്രാ വാലിഡിറ്റി എന്താണ്, വിത്ത് 1 year ബാങ്ക് ഗോൾഡ് കോഴ്സ് പർച്ചേസിൻ്റെ ഒപ്പം 2 കൊല്ലത്തെ എക്സ്ട്രാ വാലിഡിറ്റിയാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ ഉണ്ടെങ്കിൽ അവർ കോഴ്സ് ഹയർ ചെയ്താൽ ലാസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം കൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? റെക്കോർഡർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡർ സെക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 1 year കൊണ്ട് നിങ്ങൾ സിലബസ് ഫുള്ള് കവർ ചെയ്തു. പിന്നെയും നിങ്ങൾക്ക് എക്സ്ട്രാ 2 year വാലിഡിറ്റി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ നേരെ കോഴ്സ് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ
സിലബസ് ഒക്കെ കവർ ചെയ്ത് പിന്നെ പഠിക്കാനായിട്ട് വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, ആ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ജസ്റ്റ് നമ്മളുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ്, നമ്മളുടെ എല്ലാ ബാച്ചുകളും ഫോക്കസ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് വരാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം? ഒന്നും അറിയില്ല, എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു 4 ലെവലായിട്ട് നമ്മൾ ആ ബാച്ചിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ലെവൽ 1 ഫുൾ സിലബസ് കവർ ചെയ്യും. എല്ലാം A to Z സിലബസ്, എന്തൊക്കെയാണോ എക്സാമിന് ചോദിക്കുന്നത് അതെല്ലാം പഠിപ്പിച്ച് സെറ്റാക്കി തരും. ലെവൽ 2 വന്നു കഴിഞ്ഞാൽ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ സിലബസും പഠിച്ച് സമയത്തിന് ചെയ്ത് തീർത്തില്ലെങ്കിൽ ജോലി കിട്ടുമോ? ഇല്ല. പിന്നെ അവർക്ക് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചിലവർക്ക് QA ബുദ്ധിമുട്ടായിരിക്കും, റീസണിങ് ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരിക്കും. വീക്കർ സെക്ഷൻസ് നിങ്ങളുടെ മെൻറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് സെപ്പറേറ്റ് കോച്ചിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെവൽ 2. വീക്ക്നെസ് ഇംപ്രൂവ്മെൻറ്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി. ഞാൻ പറഞ്ഞു ടൈമും ആക്യുറസിയും ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം ലെവൽ 2 അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ബാങ്ക് എക്സാം ആയാലും SSC എക്സാം ആയാലും ഏതാണ് റെയിൽവേ എക്സാം ആയാലും മെയിൻസും കൂടി ഉണ്ട്. നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ആണ്. മെയിൻസ് ക്രാക്ക് ചെയ്താലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകുന്നതാണ് ലെവൽ 3 വരുന്നത്. ഇനി ഇൻഷുറൻസ് എക്സാമുകൾക്കും ബാങ്ക് ഓഫീസർ എക്സാം, അതായത് ഇൻഷുറൻസ് ഓഫീസർ, ബാങ്ക് ഓഫീസർ എക്സാമുകൾക്ക് നമുക്ക് ഇൻ്റർവ്യൂയും കൂടി ഉണ്ട്. അപ്പോൾ ലെവൽ 4 അതിൻ്റെ കോച്ചിങ്ങും റെഡിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരൊറ്റ ബാച്ചിൽ ചേർന്നാൽ ഫൈനൽ ലെവലിൽ എത്തുന്ന വരെയുള്ള കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം എന്തൊക്കെയുണ്ട്? എക്സ്ട്രാ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യാനായിട്ട് മെൻറ്റർ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞു മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓൾഡ് ആയിട്ടുള്ള പഴയ മെറ്റീരിയൽ, പഴയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് വിത്ത് ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ. മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി കിട്ടണം. ജോലി കിട്ടേണ്ട രീതിയിലാണ് നമ്മളുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന ടൈമിലാണ് എക്സാം വരുന്നത്, ഇത്ര സമയമേ ഉള്ളൂ, പേടിക്കണ്ട, ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ഓരോ ബാച്ചിനും ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഡിസൈൻ ചെയ്യുക. അതനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യൽ അറ്റൻഷൻ ടു phase 2 and 3. ഈ 2 ഫേസിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ബാക്കിലേക്ക് പോവുക. അപ്പോൾ ആ 2 ഫേസുകളിലേക്കുള്ള സ്പെഷ്യൽ അറ്റൻഷൻ. ഇനി നിങ്ങൾ അനാലിസിസ് ചെയ്യണം അല്ലേ? ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നും മെൻറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണേ. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ അനാലിസിസ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. എവിടെയാണ് നിങ്ങൾ വീക്ക്, എവിടെയാണ് നിങ്ങൾ പിന്നിൽ നിൽക്കുന്നത്, അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. അത്രയ്ക്കും വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് അറിയാനും ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഗൈഡൻസ് എല്ലാം അവർ തരും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടത്തോടു കൂടി പഠിച്ചു തുടങ്ങണം അല്ലേ? വെറുക്കേണ്ട ആളൊന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.